നിങ്ങളൊരു പുതിയ കാർ മേടിക്കുമ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? പലരും ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ഓൺ റോഡ് ടാക്സ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്ന ആ ഒരു തുക മാത്രമാണ് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ലാസ്റ്റ് 5 വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കാറുകളുടെ വില ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഇങ്ങനെ വില കൂടി എന്ന് കാണുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് കാർ കമ്പനിക്കാരെ കുറ്റം പറയുക അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇവിടെ മിക്ക ആൾക്കാർക്കും അറിയാത്ത യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. അത് ഒരു ഗവൺമെൻറ് അല്ല, 3 ഗവൺമെൻറ്റുകൾക്കാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെൻറ്, രണ്ടാമത്തേത് കാറ് ഏത് സ്റ്റേറ്റിലാണോ മാനുഫാക്ചർ ചെയ്യുന്നത് ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, മൂന്നാമത്തേത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ കാറ് രജിസ്റ്റർ ചെയ്യുന്നത് ആ സ്റ്റേറ്റ് ഗവൺമെൻറ്. അങ്ങനെ 3 ഗവൺമെൻറ്റുകൾക്കാണ് നമ്മൾ ഒരു പുതിയ കാറ് മേടിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കാറുകൾക്ക് ഇത്ര വില കൂടാനും ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ മോഡലുകൾക്കും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വില. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇത് ടാക്സ് കൊള്ളയാണോ അതോ ഇത് വളരെ ന്യായമായ ഒരു കാര്യമാണോ നമ്മുടെ രാജ്യത്ത് ഇത്രയും ടാക്സ് മേടിക്കുന്നത്. നമ്മളൊരു പുതിയ കാറ് മേടിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ടാക്സുകളാണ് നമ്മൾ അടയ്ക്കുന്നത്. ഒന്നാമത്തേത് GST, രണ്ടാമത്തേത് കോമ്പൻസേഷൻ സെസ്, മൂന്നാമത്തേത് ഓൺ റോഡ് ടാക്സ്. അപ്പോൾ GSTയും കോമ്പൻസേഷൻ സെസ്സും കൂടി വന്നിട്ടാണ് നമ്മുടെ എക്സ് ഷോറൂം പ്രൈസ് ആകുന്നത്. അതിനുശേഷമാണ് വണ്ടി എടുത്തതിന് ശേഷമാണ് ഓൺ റോഡ് ടാക്സ് അടയ്ക്കുന്നതും അതുകൂടാതെ ഇൻഷുറൻസ് അടയ്ക്കുന്നതും. ആ ഇൻഷുറൻസിൽ 18% GSTയും കൂടെയും വരും. അതുകൂടാതെ തന്നെ വണ്ടി 10 ലക്ഷം രൂപയ്ക്ക് മേളിലാണെങ്കിൽ 1% TCS വരും. TCS എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ അടച്ച 1% TCSനേക്കാളും നിങ്ങളുടെ ടാക്സബിൾ എമൗണ്ട് കുറവാണെങ്കിൽ അത് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ സമയത്ത്. 28% GSTയും കൂടിയാണ് നമ്മുടെ എക്സ് ഷോറൂം പ്രൈസ് കാണിക്കുന്നത് എന്ന് പലർക്കും അറിയായിരിക്കും. പക്ഷേ അധികം ആർക്കും അറിയാത്ത ഒരു ടാക്സാണ് കോമ്പൻസേഷൻ സെസ്. അപ്പോൾ എന്താണ് കോമ്പൻസേഷൻ സെസ്? എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വാഹനം നിർമ്മിച്ചത് തമിഴ്നാടാണെങ്കിൽ പക്ഷേ അതിൻ്റെ ഒരു GST എമൗണ്ടായ 28% കിട്ടുന്നത് 14% സെൻട്രൽ ഗവൺമെൻറ്റിനും ബാക്കിയുള്ള 14% അത് ഏത് സ്റ്റേറ്റിലാണോ വിൽക്കുന്നത് ആ ഒരു സ്റ്റേറ്റിനുമായിരിക്കും അതിൻ്റെ 14% കിട്ടുന്നത്. അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്ത സ്റ്റേറ്റിന് അതിൻ്റെ GSTയുടെ വിഹിതം കിട്ടില്ല. അപ്പോൾ ഇതിന് പകരമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആയിട്ടാണ് ഈ ഒരു കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു ടാക്സ് GSTയുടെ ഒപ്പം തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണോ ഈ കാറ് മാനുഫാക്ചർ ചെയ്യുന്നത് ആ സ്റ്റേറ്റിനാണ് അതിൻ്റെ എമൗണ്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പം മനസ്സിലാകാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഓരോ പ്രൈസ് സെഗ്മെൻറ്റിൽ നിന്നും ഓരോ കാറ് വീതം എടുത്തിട്ട് അതിൻ്റെ ടാക്സ് ബ്രേക്ക് ഡൗൺ നടത്താം. ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ മോഡൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ടാക്സ് ആയിട്ട് എത്ര എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആ കാറ് മാനുഫാക്ചർ ചെയ്ത ആ സ്റ്റേറ്റിലെ ഗവൺമെൻറ്റും കൂടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ അനാലിസിസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ആദ്യത്തെ സെഗ്മെൻറ്റിൽ നിന്ന് എടുക്കുന്നത് ടാറ്റ പഞ്ചാണ്. അറൗണ്ട് 10 ലക്ഷം രൂപ വിലയുള്ള ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് എടുക്കുന്നത്. രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ നിന്ന് എടുക്കുന്നത് ഹ്യുണ്ടായി ക്രേറ്റയാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിലെ സെഗ്മെൻറ്റിൽ നിന്ന് എടുക്കുന്നത് ടൊയോട്ട ഫോർച്യൂണറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊച്ചിയിലെ ഓൺ റോഡ് പ്രൈസ് വെച്ചിട്ടാണ്. അപ്പോൾ ടാറ്റ പഞ്ചിൻ്റെ നമ്മൾ ക്രിയേറ്റീവ് പ്ലസ് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസായിട്ട് കാണിക്കുന്നത് 9,59,900 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടാറ്റ പഞ്ച് ക്രിയേറ്റീവ് പ്ലസ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് കമ്പനിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രൈസ് എന്ന് പറഞ്ഞ്, അതായത് ഇതിനെ ബേസ് പ്രൈസ് എന്ന് പറയും, അത് 7,44,100 രൂപയാണ് ഏകദേശം ബേസ് പ്രൈസായിട്ട് ഈ വേരിയൻറ്റിന് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ എക്സ് ഷോറൂം പ്രൈസിലേക്ക് എത്തിയതെന്ന് നോക്കാം. ഈ ബേസ് പ്രൈസായ 7,44,000 രൂപയിൽ നിന്ന് 28% GST ആഡാവും, പ്ലസ് 1% കോമ്പൻസേഷൻ സെസ്സും ആടാവും. അതിൻ്റെ കാരണം പഞ്ച് 4 മീറ്ററിൽ താഴെയുള്ള വെഹിക്കിളും അതുപോലെ തന്നെ 1200 cc താഴെയുള്ള വണ്ടിയുമാണ്. 1199 ആണ് ഇതിൻ്റെ CC. അതുകൊണ്ടാണ് കോമ്പൻസേഷൻ സെസ് കുറവായിട്ടിരിക്കുന്നത്. അപ്പോൾ ടാറ്റ പഞ്ച് നമ്മൾ ഈ പറഞ്ഞ വേരിയൻറ്റിൻ്റെ GST എമൗണ്ട് 2,08,350 രൂപ GST എമൗണ്ട് വരും. കോമ്പൻസേഷൻ സെസ്സായിട്ട് 7,441 രൂപ കോമ്പൻസേഷൻ സെസ്സായിട്ട് വരും. അങ്ങനെയാണ് ഇത് എക്സ് ഷോറൂം പ്രൈസിലേക്ക് എത്തണം. ഇപ്പോൾ ഈ പഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1,25,000 രൂപയ്ക്കാണ് ഓൺ റോഡ് ടാക്സ് വരിക. അത് ഫുള്ളായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടും. നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടും. പിന്നെ അതുകൂടാതെ ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ പഞ്ച് ഈ വേരിയൻറ്റിൽ ഏകദേശം കാണിക്കുന്നത് 41,000 രൂപയാണ് ഇൻഷുറൻസ് എമൗണ്ട് കാണിക്കണേ. അപ്പോൾ നിങ്ങൾ ടാറ്റ പഞ്ച് 11,15 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ എത്ര രൂപ ടോട്ടൽ ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളതും
അതുപോലെ തന്നെ ഓരോ ഗവൺമെൻറ്റിനും എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടുന്നത് ഏകദേശം 1,07,000 രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടുന്നത് ഏകദേശം 2,30,000 സംതിങ് ആണ്. അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണോ മാനുഫാക്ചർ ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്, ഇപ്പോൾ ടാറ്റ പഞ്ചിൻ്റെ കേസിലാണെങ്കിൽ പൂനെയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിന് ഏകദേശം 7,400 രൂപയാണ് ഏകദേശം കിട്ടുക. അപ്പോൾ ടോട്ടൽ ടാക്സ് എമൗണ്ട് ആയിട്ട് നിങ്ങളൊരു ടാറ്റ പഞ്ച് 11.25 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 3,45,000 രൂപയാണ് നിങ്ങൾ ടോട്ടൽ ടാക്സ് ആയിട്ട് മാത്രം അടയ്ക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പ്രൈസ് സെഗ്മെൻറ്റിലെ വണ്ടിയായ ഹ്യുണ്ടായി ക്രേറ്റ എടുക്കുമ്പോൾ നിങ്ങൾ എത്ര രൂപ ടാക്സ് എമൗണ്ട് ആയിട്ട് ഈ 3 ഗവൺമെൻറ്റിനും കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലെടുക്കുന്ന ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് എക്സസ് ടെക് 1.5 CVT ആണ് നമ്മളിതിൽ എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഒരു വേരിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം കൊച്ചിയിൽ കാണിക്കുന്നത് 21,53,000 രൂപയാണ്. അതുപോലെ തന്നെ എക്സ് ഷോറൂം പ്രൈസ് കാണിക്കുന്നത് 17,48,000 രൂപയാണ്. ഹ്യുണ്ടായി ക്രേറ്റ നമ്മൾ പറഞ്ഞ ആ വേരിയൻറ്റിന് ബേസ് പ്രൈസായിട്ട്, അതായത് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള പ്രൈസ് ഏകദേശം 11,12,000 രൂപയാണ് ഏകദേശം ബേസ് പ്രൈസായിട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ 28% GST ആഡാവും. അത് ഏകദേശം 3,82,000 രൂപയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഹ്യുണ്ടായി ക്രേറ്റ 1200 cc മേളിലുള്ള വണ്ടിയും 4 മീറ്ററിന് മേളിലുള്ള വണ്ടിയുമാണ്. പക്ഷേ 1500 cc തൊട്ട് താഴെയാണ്. അപ്പോൾ അതിൻ്റെ കോമ്പൻസേഷൻ സെസ് 17%. അപ്പോൾ ആ കോമ്പൻസേഷൻ സെസ്സും കൂടി ആഡാവും. അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞ് 2,54,000 രൂപയാണ് കോമ്പൻസേഷൻ സെസ്സായിട്ട് നിങ്ങൾ ഒരു ഹ്യുണ്ടായി ക്രെറ്റ എടുക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസിൽ വരുന്ന GST ഏകദേശം 18%. അതിൻ്റെ തുക ഏകദേശം 11,500 രൂപയാണ് ഏകദേശം ഇൻഷുറൻസ് എടുക്കുമ്പോൾ വരുന്ന GST എമൗണ്ട് എന്ന് പറഞ്ഞത്. ഹ്യുണ്ടായി ക്രേറ്റയുടെ റോഡ് ടാക്സ് ആയിട്ട് ഏകദേശം കേരളത്തിൽ വരുന്നത് 3 ലക്ഷത്തിന് മേളിലാണ്. 16% ടാക്സ്, റോഡ് ടാക്സ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നിങ്ങളൊരു ഹ്യുണ്ടായി ക്രേറ്റ 21.5 ലക്ഷം രൂപ കൊടുത്ത് എടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടുന്നത് 1,97,000 രൂപയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ സ്റ്റേറ്റിന് കിട്ടുന്നത് 5,07,000 രൂപയാണ്. അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണോ അത് മാനുഫാക്ചർ ചെയ്തത്, ഇപ്പോൾ ഹ്യുണ്ടായി ക്രേറ്റയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് തമിഴ്നാട്ടിലാണ് ഹ്യുണ്ടായിയുടെ പ്ലാന്റ്. അപ്പോൾ തമിഴ്നാടിന് കിട്ടുന്നത് 2,54,000 രൂപയാണ്. അങ്ങനെ നിങ്ങളൊരു ഹ്യുണ്ടായി ക്രേറ്റ 21 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ നിങ്ങൾ ടോട്ടലായിട്ട് കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 9.5 ലക്ഷം രൂപയാണ്. നിങ്ങളുടെ 21 ലക്ഷം രൂപ നിങ്ങൾ പേ ചെയ്യുന്നതിൽ അതിൽ 9,50,000 രൂപയും പോകുന്നത് ടാക്സിലേക്കാണ്. നമ്മൾ അടുത്ത എക്സാമ്പിളായിട്ട് നോക്കാൻ പോകുന്നത് ടൊയോട്ട ഫോർച്യൂണർ 4x4 ഓട്ടോമാറ്റിക് ഡീസൽ വേർഷൻ്റെ ടാക്സ് ബ്രേക്ക് ഡൗൺ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസായിട്ട് കാണിക്കുന്നത് 42,32,000 രൂപയാണ്. ഓൺ റോഡ് പ്രൈസായിട്ട് കാണിക്കുന്നത് ഏകദേശം 53 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസായിട്ട് കാണിക്കുന്നത്. ടൊയോട്ട ഫോർച്യൂണർ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ബേസ് പ്രൈസ് എത്രയാണെന്നുള്ളത് നോക്കാം. ഏകദേശം 28,21,000 രൂപയാണ് അതിൻ്റെ ബേസ് പ്രൈസ്, ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള പ്രൈസ്. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയ വഴി തന്നെ 28% GST ചുമത്തും. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 7,90,000 രൂപയാണ് GST എമൗണ്ട് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 22% കോമ്പൻസേഷൻ സെസ്സും കൂടെ ആടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ട ഫോർച്യൂണർ 4 മീറ്ററിനും മുകളിൽ ലെങ്ത്തുള്ള വണ്ടിയും SUV വണ്ടിയും അതുപോലെ തന്നെ 1500 cc മുകളിലുള്ള വണ്ടിയുമാണ്. 170 സെൻറ്റിമീറ്റർ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളെയാണ് SUV കാറ്റഗറി ആയിട്ട് ഗവൺമെൻറ് പരിഗണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1500 cc മേളിലുള്ള വണ്ടിക്ക് കോമ്പൻസേഷൻ സെസ് 22%. അപ്പോൾ ആ കോമ്പൻസേഷൻ സെസ്സായിട്ട് നിങ്ങൾ കൊടുക്കുന്നത് 6,20,000 രൂപയാണ് ഒരു ടൊയോട്ട ഫോർച്യൂണർ എടുക്കുമ്പോൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഓൺ റോഡ് ടാക്സ് ആയിട്ട് ഏകദേശം വരുന്നത് 9,33,000 രൂപയാണ് ഓൺ റോഡ് ടാക്സ് ആയിട്ട് ഏകദേശം കേരളത്തിൽ വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22% അടുത്താണ് നമ്മൾ കേരളത്തിൽ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഓൺ റോഡ് ടാക്സ്. അതുപോലെ തന്നെ നിങ്ങൾ ടൊയോട്ട ഫോർച്യൂണർ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് എടുക്കുമല്ലോ, അപ്പോൾ വരുന്ന GST ഏകദേശം 26,000 രൂപയാണ്. അപ്പോൾ നിങ്ങളൊരു ടൊയോട്ട ഫോർച്യൂണർ എടുക്കുകയാണെങ്കിൽ ഓരോ ഗവൺമെൻറ്റിനും ടാക്സ് എമൗണ്ട് ആയിട്ട് എത്ര രൂപ വെച്ചാൽ കിട്ടണം എന്നുള്ള കാര്യം നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ അടയ്ക്കുന്ന ടോട്ടൽ ടാക്സ് എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഏകദേശം 4,11,000 രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടുന്നത്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റേറ്റിൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരള ഗവൺമെൻറ്റിന് കിട്ടുന്നത് 13,28,000 രൂപയാണ് ഏകദേശം ടാക്സ് എമൗണ്ടിൽ മാത്രം കിട്ടുന്നത്. അതുപോലെ തന്നെ
ഇത് ഏത് സ്റ്റേറ്റിലാണല്ലോ മാനുഫാക്ചർ ചെയ്യുന്നത് ആ സ്റ്റേറ്റിന് കിട്ടുന്നത് ഏകദേശം 6,20,000 രൂപയാണ്. ടയോട്ടയുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ളത് കർണാടകയിലാണ്. അപ്പോൾ കർണാടക ഗവൺമെൻറ്റിനാണ് ഈ 6,22,000 രൂപ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 53 ലക്ഷം രൂപ കൊടുത്ത് ടയോട്ട ഫോർച്യൂണർ എടുക്കുമ്പോൾ ഏകദേശം അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 23,60,000 രൂപയാണ് ടാക്സ് എമൗണ്ടായിട്ട് മാത്രം അടയ്ക്കുന്നത്. 28 ലക്ഷം രൂപ ബേസ് പ്രൈസ് ഉള്ള ടയോട്ട ഫോർച്യൂണർ നിങ്ങൾ 23,60,000 രൂപ ടാക്സ് എമൗണ്ടും കൂടെ ടോട്ടലായിട്ട് അടച്ചിട്ടാണ് നിങ്ങൾ റൂട്ടിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം? നമ്മുടെ രാജ്യത്ത് വാഹനങ്ങൾക്ക് ഇത്രയും ടാക്സ് മേടിക്കുന്നത് ന്യായമായ കാര്യമാണോ അതോ ഇത് ടാക്സ് കൊള്ളയാണോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഇത്രയും ടാക്സ് കൊടുത്തിട്ടാണ് നമ്മളൊരു വാഹനം മേടിക്കുന്നത് എന്നുള്ള കാര്യം പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.